അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. മൗലാന മൗദൂദിയുടെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെയും അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് നൽകിയ സംഭാവനകളെക്കുറിച്ചുമുള്ള ചർച്ചയുടെ വർക്ക്ഷോപ്പിൻ്റെ രണ്ടാമത്തെ ഭാഗത്താണ് നമ്മളുള്ളത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മൗലാന മൗദൂദി ഇസ്ലാമിക ലോകത്ത് നൽകിയ ഏറ്റവും സുപ്രധാനമായ സംഭാവനയാണ് ഖുർആനുമായി അദ്ദേഹം ഇടപെട്ട വൈജ്ഞാനിക വ്യവഹാരങ്ങളും അതുവഴി ഇസ്ലാമിക ലോകത്തും ഇനിയുള്ള ലോകത്തും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസായ തഫീമുൽ ഖുർആനെ കുറിച്ചുമുള്ള ചർച്ചകളുമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചർച്ചയ്ക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന വിഷയം മൗലാന മൗദൂദി പരിശുദ്ധ ഖുർആൻ, അതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച ചിന്തകൾ, മൗലാന മൗദൂദിയുടെ തഫ്സീറായ തഫീമുൽ ഖുർആൻ എന്നീ മൂന്ന് വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മൗലാന മൗദൂദിയുടെ ചിന്തയുടെ ആകത്തുക ഖുർആനുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. മൗലാന മൗദൂദിയുടെ എല്ലാ രചനകളിലും പ്രധാന അടിസ്ഥാനം അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും ഖുർആൻ കഴിഞ്ഞ് മാത്രമാണ് ബാക്കിയുള്ള രചനകളുടെ റെഫറൻസുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ നേരിട്ട് ആയത്തുകൾ കാണാൻ നമുക്ക് കഴിയില്ലെങ്കിലും ഖുർആനിക ആശയങ്ങളുടെ ഒരു സമന്വയമാണ് ആ രചനകളിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് മൗലാന മൗദൂദിയും അദ്ദേഹത്തിൻ്റെ ഖുർആനിലുള്ള പരിശുദ്ധ ഖുർആനിനോടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനയും ഇടപെടലുകളും നമ്മൾ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദി പരിശുദ്ധ ഖുർആനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മൗലാന മൗദൂദി പരിശുദ്ധ ഖുർആനെ സമീപിക്കുന്നത്, അതായത് ഖുർആനിലൂടെ ഇസ്ലാമിനെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് ലൈഫ്, സമഗ്രമായ സമ്പൂർണമായ ഇസ്ലാമിൻ്റെ ഒരു സംവിധാനം എന്ന നിലയിലാണ്, സിസ്റ്റം എന്ന നിലയിലാണ് ഇസ്ലാമിനെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ റിലീജിയൻ എന്നുള്ള പദം, മതം എന്നുള്ള പദത്തെ മൗലാന മൗദൂദി പല ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഖുർആനിക വ്യാഖ്യാനത്തിലാവട്ടെ, അദ്ദേഹത്തിൻ്റെ രചനകളിലാവട്ടെ, പ്രഭാഷണങ്ങളിലാവട്ടെ ഈ മതം എന്ന് പറയുന്ന പദത്തെ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. മതം എന്ന് പറയുന്ന ഒരു അഭിപ്രായം മാത്രമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു അഭിപ്രായം എന്നതിനേക്കാളും അപ്പുറം എല്ലാ ജനങ്ങൾക്കും എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവിശാലമായ ചിന്തയും ആശയങ്ങളും അടിത്തറയും അതുപോലെ തന്നെ ആദർശവും ജീവിത മാർഗവും എല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു വ്യവസ്ഥ എന്ന നിലയിലാണ് ഖുർആനിലൂടെ അദ്ദേഹം ഇസ്ലാമിനെ വരച്ച് കാണിക്കുന്നത്. ഖുർആൻ അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനെയും സുന്നത്തിനെയും ചേർത്തുകൊണ്ട്, കാരണം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കണമെങ്കിൽ സുന്നത്ത് വേണമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വേണം. ഇത് രണ്ടിനെയും കൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് മൗലാന മൗദൂദി ഒരു സമ്പൂർണവും അതുപോലെ തന്നെ പൂർണ്ണവും സംക്ഷിപ്തവുമായ സമഗ്രവുമായ ഒരു ജീവിതത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലാണ് ഖുർആനിലൂടെ ഇസ്ലാമിനെ അദ്ദേഹം മുന്നോട്ട് വെക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജീവിത വ്യവസ്ഥയിൽ ഓരോ മനുഷ്യനും അക്കൗണ്ടബിൾ ആണെന്നും, പ്രത്യേകിച്ച് ഒരു വിശ്വാസി എന്ന നിലയിൽ വളരെ നൈരന്തര്യമുള്ള ജിഹാദിലൂടെയാണ് അള്ളാഹുവിൻ്റെ പരമാധികാരം ഭൂമിയിൽ നടപ്പിലാക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. ഇവിടെ ജിഹാദ് എന്ന് പറയുന്നത് ജീവിതത്തിന് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ തരത്തിലുള്ള സമരങ്ങൾ ആവശ്യമാണോ ആ സമരത്തെ കുറിച്ചിട്ടാണ് മൗലാന മൗദൂദി ജിഹാദ് എന്ന് പറയുന്നത്. പൊതുവേ ജിഹാദ് എന്ന് പറയുന്ന പദപ്രയോഗം ഇന്ന് ആധുനിക ചർച്ചയിൽ, സമകാലിക ചർച്ചയിൽ മൗലാന മൗദൂദിയോട് ചേർക്കുകയും തീവ്രവാദത്തിൻ്റെയും മതഭീകരതയുടെയും വർഗീയതയുടെയും മൗലികവാദത്തിൻ്റെയും എല്ലാം ഈ പദപ്രയോഗങ്ങളെല്ലാം ഒരു വെസ്റ്റേൺ കോയിനേജായ പദപ്രയോഗങ്ങളാണ് പലപ്പോഴും. ആ പദപ്രയോഗങ്ങളെ മതത്തിനുമായി ബന്ധപ്പെടുമ്പോൾ വെസ്റ്റേൺ ടച്ചുള്ള പദപ്രയോഗങ്ങളാണ്. അല്ലെങ്കിൽ ആ ഒരു തീവ്രവാദമാവട്ടെ, ഭീകരതയാവട്ടെ, മതമൗലികവാദമാവട്ടെ, ഇതൊക്കെയും ക്രിസ്ത്യാനിറ്റിയുടെ അവരുടെ ചരിത്ര പാരമ്പര്യവുമായി ചേർത്ത് വെച്ചുകൊണ്ട് അതിനെതിർത്ത സെക്കുലർ കൊയിനേജുകളാണ്. എന്നാൽ ആ പദപ്രയോഗങ്ങളെ മൗലാന മൗദൂദിയിലേക്ക് ചേർക്കുകയും മൗലാന മൗദൂദി ജിഹാദ് എന്ന് പറയുന്നതിനെ ആ തരത്തിലൊരു
ആംഡായ സായുധമായ സമരത്തിന് വേണ്ടി മാത്രം വിശദീകരിച്ചതാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും ഇന്ന് നമുക്ക് കാണാം. മൗലാന മൗദൂദി അതുകൊണ്ട് തന്നെ ജിഹാദ് എന്ന് പറയുന്ന പദപ്രയോഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മൗലാന മൗദൂദിയുടെ ആദ്യത്തെ ക്ലാസിക് രചനയായ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന രചന പോലും അദ്ദേഹം എഴുതുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വിവിധ മേഖലകളിൽ ജിഹാദ് എവിടെയൊക്കെ പരാമർശിച്ചോ അതിന്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നിരുന്നത് മൗലാന മൗദൂദി ജിഹാദ് എന്ന് പറയുന്ന ഒരു ആശയത്തെ വിശദീകരിക്കുവാൻ പരിശുദ്ധ ഖുർആനിലെ എല്ലാ പദപ്രയോഗങ്ങളും ജിഹാദുമായി ബന്ധപ്പെട്ട് വന്ന ഒട്ടുമിക്ക ആയത്തുകളും വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന രചന അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഇസ്ലാമിനെ ഒരു മുഴുവനുമായും സമർപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഇസ്ലാം എന്നത് വിശദീകരിക്കുന്ന തഫീമുൽ ഖുർആൻ പല ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇസ്ലാം എന്ന് പറയുന്നത് പ്രാക്ടിക്കബിലിറ്റിയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ, വളരെ സുതാര്യമായ, എല്ലാവർക്കും ആക്സസിബിളായ ഒരാശയം എന്ന നിലയിലാണ്. അത് മാത്രമല്ല, ഒരാൾ ഇസ്ലാമിനെ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ, ഞാനിവിടെ ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ്. പരിശുദ്ധ ഖുർആനിനെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള, ഒരു മനുഷ്യൻ നേരിടുന്ന പലവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന നിലയിലാണ് മൗലാന മൗദൂദി തഫീമുൽ ഖുർആനിലൂടെ ഇസ്ലാമിനെ മുന്നോട്ട് വെക്കുന്നത്. അത് ഒരു മനുഷ്യൻ നേരിടുന്ന വിവിധ തരത്തിലുള്ള ഇഷ്യൂക്കളാവട്ടെ, അവൻ്റെ ഒരു മനുഷ്യത്വം മുഴുവനുമായി നേരിടുന്ന പലതരത്തിലുള്ള വെല്ലുവിളികളാവട്ടെ, എല്ലാത്തിനും ഇസ്ലാം ഒരു സൊല്യൂഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മൗലാന മൗദൂദി ആധുനിക ജീവിതത്തിലും ഖുർആനിനെ അവർക്ക് ഒരു മനുഷ്യൻ ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള പ്രിൻസിപ്പിൾസും പ്രാക്ടീസും അതിനാവശ്യമായ പാതയും ഒരുക്കി കൊടുക്കുവാൻ പരിശുദ്ധ ഖുർആന് കഴിയുന്നു എന്ന് മൗലാന മൗദൂദി പറയുന്നത്. അതുപോലെ തന്നെ മൗലാന മൗദൂദി ഈ നമ്മുടെ തഫീമുൽ ഖുർആന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, വിവിധ തരത്തിലുള്ള ലിംഗ്വിസ്റ്റിക്കായ, ഗ്രമറ്റിക്കലായ, ഫിഖ്ഹീപരമായ പലതരത്തിലുള്ള തഫ്സീറുകൾ ഓൾറെഡി നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധ ഖുർആന്റെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തഫ്സീറിന്റെ ആവശ്യകത ഉണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദി അത് പറയുന്നുണ്ട്. അതായത് പദാനുപദ വിവർത്തനങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഉപകാരവും എല്ലാം ഉണ്ടായിരിക്കെ തന്നെ പദാനുപദ വിവർത്തനങ്ങൾ പലപ്പോഴും അത് ഒരു ഒഴുക്കിന് തടസ്സമാവുന്നു എന്ന് മൗലാന മൗദൂദി ഇതിന്റെ ഒരു തുടക്കത്തിൽ തന്നെ, തഫീമിന്റെ തുടക്കത്തിൽ തന്നെ അത് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് മൗലാന മൗദൂദി പറയുന്നുണ്ട്, വാക്കുകൾ വായിക്കുമ്പോൾ, അദ്ദേഹം പറയുന്നത്, വായിക്കുമ്പോൾ വാക്കുകളുടെ ഒഴുക്കും ശക്തിയും ഭാഷാഭംഗിയും സ്വാധീനശേഷിയും ചോർന്നു പോകുന്നതായി തോന്നുമെന്നതാണ് പദാനുപദ തർജ്ജമകളുടെ ഒന്നാമത്തെ കുറവ്. അദ്ദേഹം പറയുന്നു, ഖുർആന്റെ വരികൾക്ക് താഴെ നിർജീവമായ വാക്കുകളാണ് വായനക്കാരന് കിട്ടുക. ഒരുപക്ഷെ പഠിതാക്കൾക്ക്, പണ്ഡിതന്മാർക്ക്, ഗ്രാമറും അറബി ഭാഷയും ഒക്കെ നന്നായി അറിയുന്നവർക്ക്, അങ്ങനെ ഉള്ളവർക്ക് ഒരുപക്ഷെ അത് ഉപകാരപ്പെടുമെങ്കിലും എന്നാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന്, അദ്ദേഹം പറയുന്നത്, അത് വായിക്കുമ്പോൾ അവരിൽ അനുഭൂതി ഉണരുകയില്ല, രോമാഞ്ചമുണ്ടാവുകയില്ല, നയനങ്ങൾ സജലമാവുകയില്ല, വികാരങ്ങൾ കോളിളക്കമുണ്ടാകുന്നില്ല. തൻ്റെ ചിന്തയെയും ബുദ്ധിയെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് എന്തോ ഒന്ന് ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായി അയാൾക്ക് അനുഭവപ്പെടുന്നില്ല. ഇത്തരം പ്രതികരണങ്ങൾ ഉളവാക്കുന്നത് പോവട്ടെ, ഇതുപോലൊരു ഗ്രന്ഥം രചിക്കുവിൻ എന്ന് ലോകത്തെ ആകമാനം വെല്ലുവിളിച്ച ആ മഹാഗ്രന്ഥം ഇത് തന്നെയാണോ എന്ന് പലപ്പോഴും അയാൾ ചിന്തിച്ചു പോവുകയും ചെയ്യുന്നു എന്നൊക്കെ വിശദീകരിച്ചു കൊണ്ടാണ് മൗലാന മൗദൂദി, അതായത് അത് സിമ്പിളായും പദാനുപദ വിവർത്തനങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ, അത് ഓൾറെഡി നിരവധി രചനകൾ ഉള്ളത് കൊണ്ട് അതിനേക്കാളും അപ്പുറം ഒരു ആശയ വിവർത്തനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മൗലാന മൗദൂദി ഈ തഫീമുൽ ഖുർആൻ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ ഒരു വിവർത്തനത്തിനും അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിനും പണിയെടുക്കുവാൻ തുടങ്ങിയത് എന്ന് നമുക്ക് കാണാം. മൗലാന മൗദൂദി 1942 മുതൽ 70കളിൽ വരെ 30 വർഷം നീണ്ടു നിന്ന ഒരു അനുഭവ പരിചയമാണ് മൗലാന മൗദൂദിക്ക് തഫീമുൽ ഖുർആനുമായും ഖുർആന്റെ ഈ വിവർത്തനവും അതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിൻ്റെ അതിഗംഭീരമായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, മൗലാന മൗദൂദി ഇതൊന്നും മുഴുവനും ഒന്ന് ക്രോഡീകരിക്കുവാനുള്ള സമയം അദ്ദേഹത്തിന്റെ പലവിധ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും മറ്റു ചില രചനകളിലും സംഘടനാ പ്രവർത്തനങ്ങളും ലഭിച്ചിരുന്നില്ല എന്ന് മൗലാന മൗദൂദി തഫീമുൽ ഖുർആന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം അദ്ദേഹം പറയുന്നത് അത് ലഭിച്ചത് അദ്ദേഹത്തിന്റെ ജയിൽവാസ കാലഘട്ടത്തിലാണ്.
തഫീമുൽ ഖുർആന്റെ ആമുഖത്തിൽ തന്നെ ന്യൂ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞുകൊണ്ട് 1949 സെപ്റ്റംബർ 11 എന്ന് പറഞ്ഞ പേരിൽ ഒരു ഡേറ്റ് പോലും കൊടുക്കുന്നത് നമുക്ക് കാണാം. അതായത് പരിശുദ്ധ ഖുർആന്റെ ഒരു സമ്പൂർണമായ രചനയ്ക്ക് അദ്ദേഹത്തിന് സാധ്യമായ സമയം ലഭിച്ചത് ജയിലിൽ വെച്ചായിരുന്നു എന്ന് പോലും ആലോചിച്ചു നോക്കുക. ഇസ്ലാമിക ലോകത്ത് ഇന്നും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന, സംഭാവനകൾ നൽകുന്ന ഒരു മഹത്തായ ഒരു തഫ്സീറിന്റെ രചനയ്ക്ക് ജയിലിൽ അത് സാധ്യമാവുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ അതാണ് ഈ തഫ്ഹീമുൽ ഖുർആന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ ഈ എഴുത്തിന്റെ കാലഘട്ടങ്ങളിൽ തദബ്ബുറിന്, അതായത് ഖുർആനിനോടുള്ള വളരെ ഡീപ്പായ ആഴത്തിലുള്ള ചിന്തയ്ക്കും മനനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകിയതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന്റെ തഫ്സീറുകളിൽ, വിശദീകരണങ്ങളിൽ ഒരു സ്ട്രക്ചറും കണ്ടന്റും ഒരുക്കുന്നു. നമുക്ക് എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ഒരു പ്രത്യേകത കാണാം. സൂറത്തിന്റെ നാമം, എന്തുകൊണ്ടാണ് ആ നാമം വരുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അതിനുശേഷം ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം അദ്ദേഹം വിശദീകരിക്കുന്നു. അതിനുശേഷം സൂറത്തിന്റെ പ്രധാന ഉള്ളടക്കത്തെയും അദ്ദേഹം വിശദീകരിക്കുന്നു. അതിനുശേഷം മാത്രമാണ് വിവർത്തനത്തിലുള്ള ആയത്തുകളുടെ ആശയ വിവർത്തനത്തിലേക്ക് പോകുന്നതും അതിൽ ആവശ്യമായ മേഖലകളിൽ തഫ്സീർ വേണമെന്ന് അദ്ദേഹത്തിന് തോന്നിയ ഭാഗങ്ങളിൽ വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതായത് ജനങ്ങൾക്ക്, വായനക്കാർക്ക് അത്യാവശ്യമായ തരത്തിലുള്ള ഒരു സ്ട്രക്ചറും കണ്ടന്റും മൗലാന മൗദൂദി ഒരുക്കി വെക്കുന്നുണ്ട്. വേറൊരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ ആദ്യഘട്ടങ്ങളിൽ വിശദീകരണം കുറയുകയും പിന്നീട് അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ സൂറത്തുകൾക്ക് വളരെ വലിയ തഫ്സീറുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യകാല സമയത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി ആവാം ഇത്. മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ മുഴുവനും അത് തൗഹീദ് എന്താണെന്ന് സ്ഥാപിക്കുവാനാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭം എന്ന നിലയിൽ തൗഹീദ് എന്താണെന്ന് സ്ഥാപിക്കുവാനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. അതിന്റെ കൂടെ തന്നെ ഈമാൻ എന്താണ്, ഇൽമ് എന്താണ്, അതായത് ഒരു മനുഷ്യന്റെ അവന്റെ അക്കൗണ്ടബിളായ അവന്റെ ജോലി, നിയോഗം, ലക്ഷ്യം, എയിം എന്ത് എന്നൊക്കെയാണ് മൗലാന മൗദൂദി ഈ രചനയിൽ, തഫീമിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ മുഴുവനും പ്രാധാന്യം നൽകിയത്. ഇസ്ലാമിന്റെ അടിത്തറയെ കൂടുതൽ വിശദീകരിച്ചു കൊടുക്കുകയും അത് തഫ്ഹീം, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇജ്തിഹാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും കൊണ്ടു നടന്നിരുന്ന ഇസ്ലാമിക ലോകം അത് വിശാലമായി കൊണ്ടിരിക്കുന്നു. സമകാലിക ലോകത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട നിരവധി ഉള്ളിൽ നിന്നും പുറത്തു നിന്നും വെല്ലുവിളികൾ നേരിടുന്നു. പാശ്ചാത്യ ലോകത്ത്, പ്രത്യേകിച്ച് ഒരു കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്നാണല്ലോ അദ്ദേഹം വളർന്നു വരുന്നത്. ആ കൊളോണിയൽ കാലഘട്ടവും കൊളോണിയൽ കാലഘട്ടത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരുടെ അവരുടെ രചനയും സംസാരങ്ങളുടെയും ഇടയിലാണ് മൗലാന മൗദൂദി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി ജീവിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് ഖുർആനിനെയും ഇസ്ലാമിനെയും വളരെ റീസണിങ്ങോടുകൂടിയും ലോജിക്കോടുകൂടിയും നേരിടുന്ന ഒരു ചിന്ത നമുക്ക് മൗലാന മൗദൂദിയുടെ രചനയിൽ കാണാം. അതുകൊണ്ട് തന്നെ ഇജ്തിഹാദ് പരിശുദ്ധ ഖുർആനെ സമീപിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ പ്രാധാന്യത്തോടുകൂടി മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് തന്നെ സമകാലികമായ വിഷയങ്ങളെ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നിരവധി അവന്റെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ അത് മുന്നിൽ വെച്ചുകൊണ്ട് ആ ഒരു സമകാലിക ലോകത്ത് നേരിടുന്ന വെല്ലുവിളികളെ നേരിടുക, അഭിമുഖീകരിക്കുക എന്നത് മൗലാന മൗദൂദിയുടെ ഖുർആനുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ പ്രാക്ടിക്കലായ ഒരു അപ്ലിക്കബിലിറ്റി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഒരു മനുഷ്യന് ജീവിതത്തിന് ആവശ്യമായ ഗൈഡൻസ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതുപോലെ തന്നെ ഒരു എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അക്സസിബിൾ ആയ ഒരു ഫഹം, ഒരു അണ്ടർസ്റ്റാൻഡിങ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതായി നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഖുർആനുമായും അല്ലെങ്കിൽ ഇസ്ലാമികമായി ബന്ധപ്പെട്ട പദാവലികളിൽ ആഴത്തിൽ തന്നെ ഈ വിഷയം കാണുമെന്ന് പറയുന്നുണ്ട്. കാരണം പരിശുദ്ധ ഖുർആനിൽ, ഈ തഫീമുൽ ഖുർആന്റെ ആമുഖത്തിൽ തന്നെ ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങളുടെ ആഖ്യാന വ്യാഖ്യാനങ്ങളെ കുറിച്ച് മൗലാന മൗദൂദി ഒരു ചിന്ത പറയുന്നുണ്ട്. ഉദാഹരണം, കുഫ്ർ പോലുള്ള പദപ്രയോഗങ്ങൾക്ക് ഈ പദാനുപദ വിവർത്തനം കൊടുക്കുമ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം പരിശുദ്ധ ഖുർആനിൽ അദ്ദേഹം പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ കുഫ്ർ പോലുള്ള പദങ്ങൾ എല്ലായിടത്തും ഒരേ അർത്ഥത്തിലല്ല നൽകുന്നത്. അത് വ്യത്യസ്ത പദപ്രയോഗങ്ങളിലൂടെ വ്യത്യസ്ത മീനിങ്ങുകൾ കുഫറിന് നൽകുന്നതായി മൗലാന മൗദൂദി അത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, കുഫറിന് അറബി ഭാഷയിലും നമ്മുടെ പണ്ഡിതന്മാരുടെ വചനശാസ്ത്രന്മാരുടെയും സാങ്കേതിക ഭാഷയിലും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥമാണ് ഖുർആനിന്റെ സാങ്കേതിക ഭാഷയിലുള്ളത്.
കൂടാതെ ഖുർആനിൽ തന്നെ ഈ പദം എല്ലായിടത്തും ഒരേ അർത്ഥത്തിലല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ഒരിടത്തും തികഞ്ഞ അവിശ്വാസമായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റൊരിടത്ത് നിഷേധമായിരിക്കും. ചില സന്ദർഭങ്ങളിൽ നന്ദികേടും അതുപോലെ തന്നെ ഉപകാര സ്മരണയില്ലായ്മ എന്ന അർത്ഥങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റു ചില സന്ദർഭങ്ങളിൽ സത്യവിശ്വാസത്തിന്റെ താല്പര്യങ്ങളിൽ വല്ലതും പൂർത്തീകരിക്കാതിരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് കുഫർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ചില സന്ദർഭങ്ങളിൽ ആദർശപരമായി സമ്മതിക്കുകയും പക്ഷേ പ്രവൃത്തി പദത്തിൽ നിഷേധവും ധിക്കാരവും അനുവർത്തിക്കുന്നതിനെ കുറിക്കാനുമാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. ബാഹ്യമായി അനുസരണം പുലർത്തുകയും അതുപോലെ തന്നെ ആദർശപരമായി നിഷേധം അനുവർത്തിക്കുകയും ചെയ്യുന്നതിനെ ചിലടത്ത് കുഫർ എന്ന് പറയുന്നതായും അദ്ദേഹം പറയുന്നു. ഈ വ്യത്യസ്ത സന്ദർഭങ്ങളിലെല്ലാം നാം കുഫറിനെ കുഫർ എന്ന് തന്നെയും അല്ലെങ്കിൽ മറ്റൊരു പദത്തിൽ മാത്രമോ തർജിമ ചെയ്യുകയാണെങ്കിൽ തർജിമ സ്വന്തം നിലയ്ക്ക് ശരിയാകയില്ല എന്നും അത് വായിക്കുന്നവന് ആശയത്തിന്റെ ഒരു അവ്യക്തത ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. അത് മാത്രമല്ല, ഇതിന്റെ ഭാഗമായി ഒരുപാട് തെറ്റിദ്ധാരണയിൽ അകപ്പെടുമെന്ന് പറയുന്നു. അപ്പൊ ഇതുപോലെ സാങ്കേതിക പദങ്ങളുടെ സന്ദർഭങ്ങൾ അനുസരിച്ച് കൊണ്ട് വ്യക്തമായ തരത്തിലുള്ള ഒരു ക്ലിയർ ആയ ഒരു പിക്ചർ, ഒരു ചിത്രം വായനക്കാരന് നൽകുന്ന ഒരു രീതിയും കൂടി മൗലാന മൗദൂദി ഈ തഫ്ഹീമുൽ ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ ഇന്റർപ്രിട്ടേഷൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ആഴത്തിലുള്ള ഒരു രീതിയാണ് പറയുന്നത്. മൗലാന മൗദൂദി ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് വളരെ ലളിതമായിട്ടാണെങ്കിൽ പോലും തഫ്ഹീമുൽ ഖുർആന്റെ ഓരോ വായനയിലൂടെയും കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട മറ്റുള്ള രചനയിലൂടെയും കടന്നു പോകുമ്പോഴും എത്രത്തോളം അദ്ദേഹം ആഴത്തിൽ ആ പദങ്ങളെ സമകാലിക ചരിത്രപരമായും സമകാലികമായും ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടും എത്ര സൂക്ഷ്മമായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം തഫ്സീറിനെ തന്നെ, തഫ്ഹീമിനെ അല്ലെങ്കിൽ ഖുർആനിന്റെ വ്യാഖ്യാനത്തെ ഒരു സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ ഒരു ക്രിട്ടിക്കായി അതിൻ്റെ ഒരു മീഡിയമായി മൗലാന മൗദൂദി ഉപയോഗിക്കുന്നത് കാണാം. ഏറ്റവും നല്ല ഉദാഹരണം ജാഹിലിയത്ത് എന്ന് പറയുന്ന പദപ്രയോഗം തന്നെയാണ്. മൗലാന മൗദൂദി അതിന്റെ പേരിൽ ഇസ്ലാം ഓർ ജാഹിലിയത്ത് എന്ന് പറയുന്ന, ഇസ്ലാമും ജാഹിലിയത്തും എന്ന് പറയുന്ന ഒരു രചന തന്നെ നടത്തിയതായിട്ട് നമുക്ക് കാണാം. അതിൽ അദ്ദേഹം ഈ 4 പ്രധാനപ്പെട്ട ജാഹിലിയത്തിനെ ഖുർആൻ പരാമർശിച്ച 4 പദങ്ങളെ, ഒന്ന് ഹുക്കുമുൽ ജാഹിലിയ, സൂറ മാഇദയിൽ 50-ാമത്തെ ആയത്തിൽ ഈ അള്ളാഹുവിൻ്റെതല്ലാത്ത നിയമങ്ങളെ അഭയം പ്രാപിക്കുന്ന അവലംബിക്കുന്ന ആ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് ജാഹിലിയത്തിനെ പരാമർശിക്കുന്നു. രണ്ടാമത് സൂറത്തുൽ ഫതഹിൽ വിശ്വാസികൾ മറ്റുള്ളവർക്കിടയിലുള്ള ഈ ഹമിയത്തുൽ ജാഹിലിയ, വിദ്വേഷം, വൈരാഗ്യം, പക എന്നൊക്കെ പറയുന്ന ഹമിയത്തിന്റെ അതിന്റെ ജാഹിലിയത്തിനെ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്തിൽ തബറുജുൽ ജാഹിലിയ, സദാചാരവും ധാർമ്മികതയുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ജീവിതത്തിലെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിക്കുന്ന ഭാഗത്ത് തബറുജ് എന്ന് പറയുന്ന അതിനെക്കുറിച്ചിട്ടുള്ള അജ്ഞതയെയും അന്തരാളതയും പരാമർശിക്കുന്നു. അതുപോലെ തന്നെ ലൊന്നുൽ ജാഹിലിയ, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നമുക്ക് തോന്നുന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഷയം പരാമർശിക്കുന്ന ആ ഒരു ഉഹുദ് യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് സൂറത്തുൽ ആലി ഇമ്രാനിലെ 154-ാമത്തെ ആയത്തിൽ ഈ ലൊന്നുൽ ജാഹിലിയം പരാമർശിക്കുന്നത്. ആലോചിച്ച് നോക്കുക. ഈ 4 പദപ്രയോഗങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സമൂഹത്തിനെ അദ്ദേഹം അവലോകനം ചെയ്യുന്നുണ്ട്. ഒന്ന്, പലതരം 4 ജാഹിലിയത്ത് ഖുർആൻ മുന്നോട്ട് വെക്കുന്നു. അതൊന്ന് ഹുക്കുമുൽ ജാഹിലിയാണ്, ഇസ്ലാമിൻ്റെതല്ലാത്ത അധികാരങ്ങളെ, അതുപോലെ തന്നെ നീതിന്യായങ്ങളെ, അതുപോലെ തന്നെ ആ നീതിയെ മുന്നോട്ട് വെക്കുന്ന ആശയ പ്രത്യയശാസ്ത്രങ്ങളെ, ആ തരത്തിലുള്ള ഹുക്കുമിനെ ജാഹിലിയത്തായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതുപോലെ തന്നെ വിദ്വേഷം, പക, വൈരാഗ്യം, ശത്രുത അടക്കമുള്ള സെക്ടേറിയനിസമായ, കമ്മ്യൂണലിസമായ എല്ലാ ചിന്താധാരകളെയും അദ്ദേഹം ഹമിയത്തുൽ ജാഹിലിയ എന്ന് പറയുന്ന വിഷയത്തിൽ ഉൾപ്പെടുത്തുന്നു. അതുപോലെ ധാർമ്മിക, അധാർമിക, സദാചാര ലംഘനങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിൽ തബറുൽ ജാഹിലി എന്ന് പറയുന്ന പദത്തിലേക്ക് അദ്ദേഹം ഉൾപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ വന്നുൽ ജാഹിലിയ എന്ന് പറയുന്ന പദപ്രയോഗം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇസ്ലാമികമായ ആശയങ്ങളെക്കാളും അപ്പുറം മറ്റൊരു ചിന്താധാരകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആ ഇസ്ലാമിന്റെ ആശയങ്ങൾക്ക് അപ്പുറം ഊഹാപോഹങ്ങളെയും അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾക്കും മുന്നിൽ വെക്കുന്ന ചിന്താധാര, അങ്ങനെ അതിനെയും വന്നുൽ ജാഹിലിയ എന്ന് പറയുന്ന പദപ്രയോഗങ്ങളിലൂടെയാണ് മൗലാന മൗദൂദി ആ വിഷയത്തെയും കാണുന്നത്. അപ്പൊ ഈ തരത്തിൽ 4 ജാഹിലിയത്തിന്റെ പദപ്രയോഗങ്ങളിലൂടെ ഇസ്ലാമികമായ ഒരു ലൈഫ് എന്താണെന്ന് ഒരു ബദൽ എന്ന നിലയിൽ മൗലാന മൗദൂദി പറയുന്നു. ഈ ജാഹിലിയത്തിന് ബദലായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു. വിവിധ അധികാര പ്രമത്തതയ്ക്കപ്പുറം അള്ളാഹുവിന്റെ ഹാക്കിമ്യത്താണ് ശരിയായി മുന്നോട്ട് വെക്കുന്നു.
അതുപോലെ തന്നെ പലവിധ വിദ്വേഷങ്ങൾക്കും വൈരാങ്ങൾക്കും അപ്പുറം ഇസ്ലാമിൻ്റെ നീതിയും ഇസ്ലാമിൻ്റെ സ്നേഹവും ഇസ്ലാമിൻ്റെ കാരുണ്യവുമാണ് ശരിയായെന്ന് ഓൾട്ടർനേറ്റീവ് എന്ന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. പലതരത്തിലുള്ള അധാർമിക സദാചാര ലംഘനങ്ങളെക്കാളും അപ്പുറം ഇസ്ലാമിൻ്റെ അദബും സദാചാരവും ധാർമ്മികതയുമാണ് എന്ന രീതിയിൽ ഓൾട്ടർനേറ്റീവായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതുപോലെ തന്നെ വിവിധ പ്രത്യയശാസ്ത്രങ്ങളും ഊഹാപോഹങ്ങൾക്കും അപ്പുറം ശരിയായ ചിന്ത ഇസ്ലാം വളരെ ക്ലിയറായ സുതാര്യമായ സിമ്പിളായ ചിന്ത മുന്നോട്ട് വെക്കുന്നതായി അതാണ് ഇസ്ലാമിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്നും മൗലാന മൗദൂദി മുന്നോട്ട് വെക്കുന്നതായി നമുക്ക് കാണാം. ഈ തരത്തിൽ ഖുർആനിനെ ഒരു സാമൂഹ്യമായ ക്രിട്ടിക്കായും കാണാം. ഒരു പക്ഷേ നമുക്കറിയാം അറബ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ് ഷഹീദ് സയ്യിദ് ഖുത്ബ്. അദ്ദേഹം പോലും അറബ് ലോകത്തെ ജാഹിലിയ കൺസെപ്റ്റിനെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിന് മൗലാന മൗദൂദിയുടെ രചനകൾ തന്നെയാണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണാം. മൗലാന മൗദൂദിയുടെ ചിന്തകളിൽ അദ്ദേഹം ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്ക് ഒരുക്കുന്നതിന് ഇസ്ലാമികമായ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ തന്നെ വളരെ നിർണായകമായ സാങ്കേതിക പദങ്ങളിലൂടെയാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ ഈ പദപ്രയോഗങ്ങൾ എവിടെയൊക്കെ പരാമർശിക്കുന്നുണ്ടോ അവിടെയെല്ലാം അദ്ദേഹം മൗലാന മൗദൂദി എങ്ങനെയാണ് ഇസ്ലാമിനെ കാണേണ്ടതെന്നും എങ്ങനെയാണ് ലോകത്തെ ഇസ്ലാമിൻ്റെ കണ്ണിലൂടെ കാണേണ്ടതെന്നുമെല്ലാം അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതിൽ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് പറയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഷിർക്കിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ എന്നാൽ ചെറുതായ ഖുർആൻ കി ചാർ ബുനിയാദി ഇസ്ലാഹീൻ എന്ന് പറയുന്ന രചന, ആ രചനയിൽ മൗലാന മൗദൂദി പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന 4 ആശയങ്ങൾ. ഒന്ന് ഇലാഹ്, റബ്ബ്, ദീന്, ഇബാദത്ത്. ഈ പറയുന്ന പദപ്രയോഗങ്ങളെല്ലാം, അതായത് ഇലാഹ്, റബ്ബ്, ദീന്, ഇബാദത്ത് എന്ന് പറയുന്ന പദപ്രയോഗങ്ങളിലെല്ലാം മൗലാന മൗദൂദി പ്രധാനമായും എങ്ങനെയാണ് ഇസ്ലാമിനെ കാണേണ്ടത്, ഇസ്ലാം എങ്ങനെയാണ് ഒരു സമ്പൂർണമാവുന്നത്, അത് വിവിധ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും മതത്തിൽ നിന്നും വിവിധ ആചാരങ്ങളിൽ നിന്നും ഇസ്ലാം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, ഇലാഹി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, റബ്ബ് എന്നതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, ദീൻ എന്ന് പറയുന്ന ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു സമ്പ്രദായം, ഒരു ട്രഡീഷൻ എന്നതിനേക്കാളും അപ്പുറം സമ്പൂർണവും അത് സമഗ്രവുമാവുന്നത് എങ്ങനെ, അതുപോലെ തന്നെ ഇബാദത്ത് എന്ന് പറയുന്നത് ഒരു ആചാരാനുഷ്ഠാനങ്ങളെക്കാളും അപ്പുറം ഇബാദത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഇഹവും പരവും നിർണയിക്കുന്ന, അത് അവന്റെ സൃഷ്ടാവിനോടുള്ള കടമയുടെ റിഫ്ലക്ഷൻ ആണ് എന്ന രീതിയിലെല്ലാം മൗലാന മൗദൂദി അതിനെ വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ മൗലാന മൗദൂദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒന്ന്, അതായത് പരിശുദ്ധ ഖുർആനിനോട് അദ്ദേഹത്തിന്റെ സമീപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒന്നാണ് ഖിലാഫത്ത് അല്ലെങ്കിൽ ഖലീഫ എന്ന് പറയുന്ന പദം. നമുക്കറിയാം ഖിലാഫത്ത് മുലൂക്കിയത്ത് എന്ന് പറയുന്നത് ചരിത്രപരമായ പ്രാധാന്യമുള്ള രചനയാണെങ്കിലും ആദ്യത്തിന്റെ 1-2 ചാപ്റ്ററുകളിൽ അദ്ദേഹം ഖിലാഫത്തിനെ കുറിച്ചും ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ഖുർആനിക പദങ്ങളെയും അവലോകനം ചെയ്തുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട ഹദീസുകളുടെ വിശദീകരണങ്ങളെ പോകുന്നത് കാണാം. അതുപോലെ ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ പോലെ ലയസ്തഖ്ലിഫന്നല്ല എന്ന് പറയുന്ന ആയത്തുകൾ പോലെ അതൊക്കെ എടുത്തുകൊണ്ട് മനുഷ്യൻ എന്നത് ആരാണ്, അവന്റെ നിയോഗം എന്താണ്, ഖലീഫ എന്ന് വെച്ചാൽ എന്താണ്, ഖിലാഫത്ത് എന്നതിൻ്റെ അനിവാര്യ എന്നാണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ പിന്തുണയോടുകൂടി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖിലാഫത്തുർ റാഷിദയുടെയും അതിലെ സുപ്രധാനമായ നിമിഷങ്ങളുടെ പിന്തുണയോടുകൂടി ഖിലാഫത്തിനെ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ഖുർആനിക വിശദീകരണങ്ങളിലും അദ്ദേഹത്തിന്റെ വിവിധ രചനകളിലും നമുക്ക് കാണാം. അതുപോലെ തന്നെ മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തജ്ദീദി പ്രവർത്തനമായിരുന്നല്ലോ ഒരു സാമൂഹികമായ ഒരു സോഷ്യൽ മൊബിലിറ്റിയുടെ ഭാഗമായി ഒരു മൂവ്മെന്റിന്റെ രൂപീകരണം പോലും. അതിന് അദ്ദേഹം സ്വീകരിച്ച ചിന്ത ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ചിന്തയാണ്. ആ ഒരു ആശയം പോലും അദ്ദേഹം കടമെടുത്തത് സൂറത്ത് ശൂറയിലെ 13-ാമത്തെ ആയത്താണ്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹൻ വല്ലദീൻ ഔഹൈനാ ഇലൈക വമാ വസ്വൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ നഖീമുദ്ദീൻ വലാ തതഫറഖൂ ഫീ എന്ന് തുടങ്ങുന്ന ആ ആയത്ത്, അതായത് ഇത് നിങ്ങൾക്ക് നൂഹിനും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും മൂസയ്ക്കും ഈസയ്ക്കും ഒക്കെ മുമ്പ് പറഞ്ഞത് വസിയത്ത് കൊടുത്തതുപോലെ നിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നമ്മളോടും പറയുന്ന വർത്തമാനമാണ്. നിങ്ങളോടും നാം കൽപ്പിക്കുന്നത് അന്നഖീമുദ്ദീനെ, ദീനിനെ ഇഖാമത്തിന് വേണ്ടിയിട്ടാണെന്നും അതിൽ നിങ്ങൾ ഭിന്നിക്കരുതെന്ന് പറയുന്ന കൽപ്പനയാണ്. അപ്പോൾ ആ ഒരു കൽപ്പന, അതായത് മൗലാന മൗദൂദിയുടെ ഏറ്റവും വലിയ ചിന്ത എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ചിന്ത പോലും അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ എടുത്തതാണ്. മൗലാന മൗദൂദി അതിന്റെ ഭാഗമായി ഒരു വിശ്വാസം ചെയ്യേണ്ടത് എന്താണ്, അത് ദഅവത്താണ്.
ദഅവത്ത് എന്ന് പറയുന്നത് ഇദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അത് മൗഇദത്തുൽ ഹസനയും അതുപോലെ തന്നെ ഹിക്മത്തും സതുപദേശത്തോടു കൂടിയും വിവേകത്തോടും കൂടിയിട്ടാണ് ദഅവത്ത് നടത്തുന്നതെന്ന് പല ഭാഗങ്ങൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിനെ മൗലാന മൗദൂദി സുന്ദരമായി വിശദീകരിക്കുന്നുണ്ട്. അതായത് ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആര്? അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആര്? ആ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് ഒരു വിശ്വാസിയുടെ ദൗത്യത്തെയും ഒരു വിശ്വാസിയുടെ ഡിഗ്നിറ്റിയെയും ഒരു വിശ്വാസിയുടെ സാമൂഹികമായ അവബോധത്തെയും ഒരു വിശ്വാസിയുടെ കമ്മ്യൂണിറ്റിയോടുള്ള ഇടപെടലിനെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൽ ഇസ്ലാഹ്, സാമുദായികമായ പരിഷ്കരണത്തെ മൗലാന മൗദൂദി പ്രധാന ഒരു വിഷയമായി പരിശുദ്ധ ഖുർആനിലെ വിവിധ ഭാഗങ്ങളിലൂടെ ആയത്തുകൾ എടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തഫ്ഹീമിലാവട്ടെ ബാക്കിയുള്ള രചനകളിലാവട്ടെ, അതായത് പ്രാസ്ഥാനിക ബോധങ്ങൾ ഉൾക്കൊള്ളുന്ന രചനകളിലാവട്ടെ, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലാവട്ടെ, അൽ ഇസ്ലാഹ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക പദത്തിന്റെ വിശദീകരണം പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്. അതുപോലെ തന്നെയാണ് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, അതായത് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്താണ്? അത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും തടയുകയും ചെയ്യുക എന്നുള്ളതാണ്. മൗലാന മൗദൂദി അതിനെ വിശദീകരിച്ചുകൊണ്ട് നിരവധി രചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫത്വകളുടെ കളക്ഷൻ നമുക്ക് കാണാൻ കഴിയും. അതായത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് നന്മ എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, തിന്മ എന്താണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി പലപ്പോഴും പലവിധ ചർച്ചകളിലെല്ലാം ഈ ഒരു വിഷയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നമ്മളൊരു ആക്ഷൻ മുന്നോട്ട് വെക്കുമ്പോൾ പോലും ആ ആക്ഷനിലൂടെ നന്മയുടെ പ്രതികരണമാവണം നമ്മളിൽ ഉണ്ടാവേണ്ടത്. മൗലാന മൗദൂദി സൂറത്ത് നിസായിലെല്ലാം ഇത് കൂടുതൽ വിശദീകരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഒരാളുടെ പ്രവർത്തനം എങ്ങനെയാവണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നജുവ എന്നുള്ള ഒരു പദപ്രയോഗം ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് നിസാന്റെ അവസാന ഭാഗങ്ങളിൽ രഹസ്യ സംഭാഷണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള രഹസ്യ സംഭാഷണങ്ങളാണ് അനുവദനീയമാവുന്നത്? ഒന്ന്, മൗലാന മൗദൂദി അത് അവിടെ വിശദീകരിക്കുന്നത് കാണാം, തഫ്ഹീമിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന് അൽ ഇസ്ലാഹ് ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളും രഹസ്യ സംഭാഷണങ്ങളും അള്ളാഹു അനുവദനീയമാക്കുന്നു. അൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കാനുള്ള ഇടപെടൽ രഹസ്യ സംഭാഷണങ്ങൾ അനുവദനീയമാക്കുന്നു. സ്വതക്ക നൽകാനുള്ള, മറ്റുള്ളവർക്ക് സ്വതക്ക നൽകുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഈ കൂടിയാലോചന അനുവദനീയമാക്കുന്നു. അപ്പോൾ അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് മൗലാന മൗദൂദി എങ്ങനെയാണ് ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിലെ സാമൂഹികമായ ഇടപെടലുകളുടെ അടിസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടതെന്ന് ഈ പദത്തിന്റെ വിശദീകരണങ്ങൾ പരിശുദ്ധ ഖുർആന്റെ അല്ലെങ്കിൽ തഫ്ഹീമുൽ ഖുർആന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രചനകളുടെ പല ഭാഗങ്ങളിൽ വളരെ സുന്ദരമായി വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് താഗൂത്ത് എന്ന് പറയുന്ന പദപ്രയോഗം. പ്രധാനമായും പൈശാചിക ഇടപെടലിനെ കുറിച്ചിട്ടോ ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചിട്ടോ ആണ് താഗൂത്ത് വരുന്നതെങ്കിൽ പോലും അധികാരപ്രമത്തതയെയും അതുപോലെ തന്നെ മനുഷ്യന്റെ ഏകാധിപത്യ ചിന്തകളെയും അള്ളാഹുവിന്റെ പരമാധികാരത്തെ എതിർത്തുകൊണ്ട് ധാർഷ്ട്യത്തിൽ ജീവിക്കുന്ന ആ ലോകത്തെയും എല്ലാം മൗലാന മൗദൂദി താഗൂത്ത് എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹക്ക് എന്ന് പറയുന്ന പദവും അതുപോലെ ബാത്തിൽ എന്ന് പറയുന്ന പദവും ജഅൽ ഹക്ക് വസഹഖൽ ബാത്തിൽ, കാരണം സത്യമതം എന്ന് ഇസ്ലാമിനെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ, ഒരു പ്രകൃതി മതമായിട്ടാണ് ഇസ്ലാമിനെ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അത് സത്യമാവുന്നു, ബാത്തിൽ എല്ലാം ഇല്ലാതാവുന്നു എന്ന് പറയുന്നത് വിശദീകരണങ്ങളൊക്കെ നമുക്ക് അദ്ദേഹം ഉപയോഗിച്ച പദാവലികളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ പദങ്ങളിലൂടെയാണ് മൗലാന മൗദൂദി ഇസ്ലാം എന്താണെന്ന് കൂടുതൽ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചിന്തയെ കൂടുതൽ നിർണയിച്ചത്, അദ്ദേഹത്തിന്റെ ഈ ചിന്തയെ ഇങ്ങനെ രൂപപ്പെടുത്തിയത് പരിശുദ്ധ ഖുർആനിലെ പദാവലികളും ആയത്തുകളും ചിന്തയും ആണ് എന്ന് നമുക്ക് ഈ വർത്തമാനങ്ങളുടെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്ലാം ഒരു സ്ട്രക്ചർ ആണെന്ന് പറയുന്നത് പോലും പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഇസ്ലാം എന്ന് പറയുന്നത് തുടക്കം തന്നെ ഒരു ഇൻഡിവിജ്വലായ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ്. ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ മൗലാന മൗദൂദി അത് വിശദീകരിക്കുന്നുണ്ട്. അതായത് ഓരോ വ്യക്തികളുടെയും പരിവർത്തനത്തിലൂടെ മാത്രമേ ഒരു ഖൗമിന്റെ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ എന്ന് അള്ളാഹു പറയുന്നതിനെ അതിസുന്ദരമായി വിശദീകരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ പരിവർത്തനം ഉണ്ടാവുന്നത്? മൗലാന മൗദൂദി ഖുർആൻ ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് തസ്കിയയും തർബിയയും
ഓരോ വ്യക്തിയുടെ പരിവർത്തനത്തിന് അത്യാവശ്യമാണെന്ന് പറയുന്നു. ആ ഒരു വ്യക്തികളുടെ കൂട്ടായ്മയായ ഫാമിലിയെ അതിനെ വളരെ സുന്ദരമായി, പ്രത്യേകിച്ച് ഫാമിലി വിഷയങ്ങൾ സംസാരിക്കുന്ന ബക്കറ, നിസാ, മാഇദ, അതുപോലെ തന്നെ തഹ്രീം, തൊലാഖ് പോലുള്ള പലവിധ വിഷയങ്ങളിലും, അതുപോലെ തന്നെ ഇസ്രാ, ലുക്മാൻ പോലുള്ള വിഷയങ്ങളിലുമെല്ലാം, സൂറത്തുകളിലുമെല്ലാം കൂടുതൽ ചർച്ച ഫാമിലി എന്താവണമെന്നും അത് പാരന്റിങ്ങിൽ തർബിയത്തുൽ ഔലാദ് മക്കളുടെ പാരന്റിങ് എന്താവണമെന്നും അവർക്കുള്ള പ്രൊട്ടക്ഷൻ എങ്ങനെ ഒരുക്കണമെന്നും അതുപോലെ തന്നെ മക്കൾ തിരിച്ച് ബിറുൽ വാലിദൈൻ മക്കളുടെ തിരിച്ചുള്ള ഇടപെടലുകൾ എന്താവണമെന്നും ഈ വിവിധ സൂറത്തുകളുടെ പശ്ചാത്തലത്തിൽ ഫാമിലിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് മൗലാന മൗദൂദി പറയുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഘട്ടം ഖൗമ്, നാഷൻ, അദ്ദേഹത്തിന്റെ സമുദായം, അതുപോലെ തന്നെ ദേശം എന്നതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയുടെ പരിവർത്തനം ഉണ്ടാവേണ്ടത്. കമ്മ്യൂണിറ്റിയുടെ പരിവർത്തനത്തെ കൂടുതൽ അദ്ദേഹം വിശദീകരിക്കുന്നത് സൂറ ഹുജറാത്തിൽ തന്നെയാണ്. ഒരു ലീഡർഷിപ്പ്, ഫോളോവർ തമ്മിലുള്ള ഇടപെടൽ എന്താവണം, അനുയായി വൃന്ദങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താവണം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന് പറയുന്ന ആയത്തുകളുടെയും സുൽഹ് എന്ന് പറയുന്ന അസ്ലിഹു ബൈന അഖവൈക്കും എന്ന് പറയുന്ന വിശദീകരണങ്ങളിലൂടെയും, അതുപോലെ തന്നെ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ അതെങ്ങനെ നേരിടണം എന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ എല്ലാം വിശദീകരിച്ചു കൊണ്ടാണല്ലോ സൂറ ഹുജറാത്ത് പോകുന്നത്. അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ വളരെ ശാന്തമായ എന്നാൽ പ്രക്ഷോഭങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുമ്പോൾ എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്ന് പറയുന്ന ഒരു പീസ് റെസൊല്യൂഷൻ പഠിപ്പിക്കുന്ന സൂറത്ത് എന്ന നിലയിൽ സൂറ ഹുജറാത്തിനെ അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നത് കാണാം. ഒരു കമ്മ്യൂണിറ്റിയുടെ സുസ്ഥിരത എങ്ങനെ നടപ്പിലാക്കണമെന്ന് തഫീമുൽ ഖുർആന്റെ പല ഭാഗങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൊസൈറ്റി, സമൂഹം എന്ന നിലയിൽ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നിരവധി പദപ്രയോഗങ്ങളുണ്ടല്ലോ. ഒന്ന് ഫസാദ് എന്ന് പറയുന്ന, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഫിത്ന എന്ന് പറയുന്ന നാശം ഉണ്ടാക്കുന്ന, ഐസിയാൻ ധാർഷ്ട്യവും ധിക്കാരവും പറയുന്ന, ഉൽമ് അതിക്രമത്തിന്റെ ഉള്ള ചർച്ച, ഫുസൂഖ് അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യവും കാണിക്കുന്ന, തോന്നിവാസം എന്ന് പറയുന്ന ചർച്ചയുള്ള, തുഗയാൻ അതുപോലെ തന്നെ ധിക്കാരവും അതിരുലംഘനവും പറയുന്ന വിഷയങ്ങൾ, ഹുദൂദ് അള്ളാഹു നിർണയിച്ച നിരവധി പരിധികളെ കുറിച്ചുള്ള ചർച്ച, ഖിത്താൽ യുദ്ധം പോലുള്ള മറ്റു പല വിഷയങ്ങളും, ഇതെല്ലാ പദപ്രയോഗങ്ങളിലൂടെയും മൗലാന മൗദൂദി ഒരു സൊസൈറ്റിയുടെ അവർക്ക് ആവശ്യമായ ഒരു സുസ്ഥിരത എങ്ങനെ ഉണ്ടാവണം, അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയ ഒരു സാമൂഹിക ഒരു അവസ്ഥ എങ്ങനെ രൂപപ്പെടണം എന്ന് പറയുന്ന പദപ്രയോഗങ്ങൾ ഈ പദപ്രയോഗങ്ങളിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അതായത് സോഷ്യൽ വെൽഫെയർ, സാമൂഹിക ക്ഷേമത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ഒരു പോവർട്ടി ഇറാഡിക്കേഷനുമായി ബന്ധപ്പെട്ട, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട, സമൂഹത്തിൽ രൂപപ്പെട്ട വിവിധ സാമ്പത്തിക അസമത്വങ്ങളെ എങ്ങനെ ഇസ്ലാം ഇല്ലാതാക്കി അല്ലെങ്കിൽ എങ്ങനെയാണ് ഖുർആൻ ഇല്ലാതാക്കി എന്നുള്ള ചർച്ച അദ്ദേഹം എക്കണോമിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ട്. അത് സക്കാത്തിന്റെ ശരിയായ നടത്തിപ്പ്, സ്വതക്ക ഒരു മനുഷ്യനിൽ എങ്ങനെയാണ് മാറ്റമുണ്ടാക്കുന്നതും അത് സമൂഹത്തിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നും, ഇൻഹെറിറ്റൻസ് അതായത് അനന്തരാവകാശ നിയമങ്ങളാണല്ലോ ഖുർആൻ ഏറ്റവും കൂടുതൽ വിശദമായി ചർച്ച ചെയ്ത ഒരു വിഷയം. സൂറത്തുൽ നിസായിൽ അത് വിശദീകരിക്കുന്നുണ്ടല്ലോ. മൗലാന മൗദൂദി അതിന് സുന്ദരമായി തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇൻഹെറിറ്റൻസ്, എന്തുകൊണ്ട് അനന്തരാവകാശം എങ്ങനെയാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നത്, ഈ അനന്തരാവകാശ നിയമങ്ങൾ കൊണ്ട് എങ്ങനെയാണ് മറ്റുള്ള സംവിധാനങ്ങളിൽ നിന്ന് ഇസ്ലാം മനുഷ്യനെ സംരക്ഷിക്കുന്നത്, അവൻ്റെ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നത്, വരും തലമുറ എങ്ങനെ സംരക്ഷിക്കുന്നത്, ആ ഒരു അവകാശം ലഭിക്കുന്നതോടുകൂടി സ്ത്രീകൾ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഒരു കുടുംബത്തിന്റെ ഭദ്രതയെയും അതിലൂടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭദ്രതയെയും മൗലാന മൗദൂദി അനന്തരാവകാശ നിയമങ്ങൾ പറയുന്ന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അതിലൂടെ ആ ഒരു സമൂഹത്തിന്റെ വെൽഫെയറുമായി ബന്ധപ്പെട്ടും അതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇസ്ലാമിനെ ഒരു സാമ്പത്തിക വ്യവസ്ഥയായിട്ട്, എക്കണോമിക് സിസ്റ്റമായി മുന്നോട്ട് വെക്കുന്ന മൗലാന മൗദൂദി ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ക്യാപിറ്റലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് ചിന്താധാരകളെ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങൾ, തഫീമുൽ ഖുർആനിലോ അദ്ദേഹത്തിന്റെ വിവിധ രചനകളിലോ ഖുർആനിക ആയത്തുകൾ ഉപയോഗിച്ചു കൊണ്ട് തന്നെ തള്ളിക്കളയുകയും അതുപോലെ തന്നെ ശക്തമായി തന്നെ വിമർശിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. മറ്റൊന്ന് മൗലാന മൗദൂദി കൾച്ചറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണല്ലോ അവന്റെ സംസ്കാരം എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ചാസ്റ്റിറ്റി ആവട്ടെ, മോഡസ്റ്റി ആവട്ടെ, വസ്ത്രധാരണ രീതികളാവട്ടെ, ഭക്ഷണത്തോടുള്ള നിലപാടാവട്ടെ, ജീവിതത്തോടുള്ള നിലപാടുകളാവട്ടെ, എല്ലാം അത് പരിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടിലൂടെ മൗലാന മൗദൂദി ഈ ഖുർആനിക ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തഫീമുൽ ഖുർആൻ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും.
അതുപോലെ തന്നെയാണ് മൗലാന മൗദൂദിയെ ഏറ്റവും കൂടുതൽ ആരോപിക്കുന്ന ഒരു വിഷയമാണ് ആത്മീയമായ വിഷയങ്ങളിൽ മൗലാന മൗദൂദി താല്പര്യം കാണിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയപരമായ സാമൂഹികമായ ഒരു രീതിയിലാണ് അദ്ദേഹം ഖുർആനിക ആശയത്തെയും അല്ലെങ്കിൽ ഖുർആനിന്റെ വ്യാഖ്യാനത്തെയും കണ്ടത് എന്ന് പറയുന്ന ഒരു ആരോപണം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വളരെ തെറ്റ് തന്നെയാണ്. മൗലാന മൗദൂദിയുടെ ജീവിതം തന്നെ ഒരു മുറബിയുടെ ഒരു സംസ്കരണ പ്രവർത്തകന്റെയും പരിഷ്കർത്താവിന്റെയും ആത്മീയമായ പരിഷ്കർത്താവിന്റെ രൂപമായിരുന്നു. അതുപോലെ തന്നെ മൗലാന മൗദൂദിയുടെ രചനകളിൽ പോലും ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന, കാരണം ഈ ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മീയത ഉണ്ടാക്കണമെന്നില്ല, ഈമാനിനെ കുറിച്ച് സംസാരിക്കുക, ഈമാൻ എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ എഫക്ട് ചെയ്യേണ്ടതെന്ന് സംസാരിക്കുക. മൗലാന മൗദൂദിയുടെ പ്രത്യേകിച്ച് 29-30 ജുസുകളിലെല്ലാം ഈമാനിന്റെ ജീവിതത്തിലുണ്ടാവുന്ന എഫക്റ്റിനെ മൗലാന മൗദൂദി ഈ 29-30 ജുസുകളിൽ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ സൂറത്ത് നാസ്, ഫലക്ക് പോലുള്ള സൂറത്തുകൾ അല്ലെങ്കിൽ സൂറത്ത് ഇഖ്ലാസ് പോലുള്ള സൂറത്തുകൾ എടുത്ത് ഒന്നും കൂടെ വായിച്ചു നോക്കുക. എങ്ങനെയാണ് അദ്ദേഹം ഈ ഇസ്ലാമിന്റെ ഈ ഒരു സ്പിരിച്വൽ ഡയമെൻഷനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരേ സമയം തന്നെ മനുഷ്യന്റെ ഉള്ളിലും ഖദ് അഫ്ലഹ മൻ സഖാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ള അള്ളാഹു നൽകിയ ആ വിവേകവും വിവരവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വന്തത്തെ നന്നാക്കുകയും അല്ലെങ്കിൽ അതിനെ നന്നാക്കാതെ ഈ ചവിട്ടി താഴ്ത്തിയവൻ പരാജയപ്പെടുന്നതിനെ മൗലാന മൗദൂദി വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ അതായത് ഉള്ളിലുള്ളതും പുറത്തുമുള്ള പ്യൂരിറ്റിയാണ്, ശുദ്ധതയാണ്, പരിശുദ്ധതയാണ് മൗലാന മൗദൂദി സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും അപ്പുറം എന്ത് ആത്മീയമായ ചർച്ചയാണ് നമുക്ക് അല്ലെങ്കിൽ ഒരാൾക്ക്, ഒരു പണ്ഡിതന് സംസാരിക്കേണ്ടത്? അതുപോലെ തന്നെ ഒരു വെറും റിച്വലുകളിലൂടെയല്ല ഇസ്ലാം കടന്നു പോകുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഈമാനാണ്, ഇസ്ലാമാണ്, ഇഹ്സാനാണ്. കാരണം മുഹ്സിൻ എന്ന് പറയുന്ന പദപ്രയോഗങ്ങൾ അദ്ദേഹം എവിടെയൊക്കെ പരാമർശിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈമാനിന്റെ തുളുമ്പുന്ന അല്ലെങ്കിൽ നിറകുടങ്ങളായ ആൾക്കാരെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നത് കാണാം. തഖ്വ, അതുപോലെ തന്നെ ഇഹ്സാൻ എന്നുള്ള പദപ്രയോഗങ്ങൾ അതെല്ലാം സുന്ദരമായി മൗലാന മൗദൂദി ഒരാളുടെ പ്രവർത്തനത്തെയും അയാളുടെ നീയത്തിനെയും ഉദ്ദേശശുദ്ധിയെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്താൽ മാത്രമേ ഒരാളുടെ ജീവിതത്തിൽ ആത്മീയത നിറഞ്ഞു നിൽക്കുകയുള്ളൂ, സ്പിരിച്വൽ മാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് മൗലാന മൗദൂദി പലയിടത്തും വിശദീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സലഫ് സാലിഹ്യങ്ങളുടെ ഉദാഹരണങ്ങൾ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, അവരെ നമ്മൾ റോൾ മോഡലുകളായി അംഗീകരിച്ചില്ല എങ്കിൽ അത് ജീവിതത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് തജ്ദീദു ഇഹ്യാഉദ്ദീൻ പോലുള്ള തജ്ദീദിനെ കുറിച്ചുള്ള രചനകൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നതുപോലെ തന്നെ ഒരാളുടെ ഫെയ്ത്ത് അത് ഒരു വിശ്വാസം മാത്രമായാൽ മാത്രം പോരാ, അയാളുടെ ഹൃദയത്തിൽ സയ്യനഹു ഫി ഖുലൂബിക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ സൂറ ഹുജറാത്തിൽ പറയുന്നുണ്ടല്ലോ, ഈമാൻ എന്നത് ഉള്ളിലേക്ക് കടക്കണം. സൂറ ഹുജറാത്തിന്റെ അവസാനത്തെ ആയത്തിൽ കാലത്തുൽ അഅറാബു ആമന്ന, അറാബികൾ വന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തിരിച്ചു പറയുന്നുണ്ട്, ഖുലു അസ്ലംന, നിങ്ങൾ മുഅ്മിനുകളായി എന്ന് പറയണ്ട, മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞാൽ മതി. കാരണം വലമ്മ യദ്ഖുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. അത് മൗലാന മൗദൂദി സുന്ദരമായി അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈമാൻ എന്നത് ഹൃദയത്തിൽ അലങ്കാരമാവുകയും നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ഭൗതികതയിൽ പോലും അത് നിറഞ്ഞു നിൽക്കുകയും വേണം. ആ തരത്തിലുള്ള ഒരു ഈമാനിന്റെ ആൾക്കാരായി മാറുക എന്നതാണ്. ആ തരത്തിൽ അങ്ങനെ സ്പിരിച്വൽ ഡയമെൻഷനെ ഊന്നിക്കൊണ്ട് മാത്രമാണ് അദ്ദേഹം മൈൻഡിനെയും സാമൂഹ്യ പരിഷ്കരണത്തെയും കുടുംബപരമായ മാറ്റത്തെയും എല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു നേരത്തെ പറഞ്ഞു, ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, സ്വന്തത്തെക്കുറിച്ചുള്ള മാറ്റത്തെക്കുറിച്ച് പരാമർശിച്ചില്ലേ? ആ സ്വന്തം മാറ്റം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ആത്മീയവും അതുപോലെ തന്നെ അമലും സ്വാലിഹായി മാറുന്ന അമലിന്റെയും പ്രക്രിയകളുടെയും ഒരു പരിവർത്തന മാറ്റങ്ങളിലൂടെയാണ് ഒരാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് മൗലാന മൗദൂദി തഫ്ഹീമുൽ ഖുർആനിലെ ആയത്തുകളുടെ സാന്നിധ്യത്തോടു കൂടി തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനമായി ഈ ഒരു ചർച്ചയിൽ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മൗലാന മൗദൂദിയുടെ പാണ്ഡിത്യം എന്ന് പറയുന്നത്. അതായത് തഫ്ഹീമിനെ എങ്ങനെ അദ്ദേഹം സമീപിച്ചു എന്നുള്ളത്. അത് ഒന്ന് എല്ലാ മുൻകാല പണ്ഡിതന്മാരുടെയും റൂട്ട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതായത് ഖുർആൻ കൊണ്ട് ആയത്ത് കൊണ്ട് വിശദീകരിക്കുക, അതുപോലെ തന്നെ സുന്നത്ത് ഹദീസ് ഉപയോഗിച്ചുകൊണ്ട് ആയത്തിനെ വിശദീകരിക്കുക, മുൻകാല പണ്ഡിതന്മാരുടെ വാക്കുകളും അത്യാവശ്യമായ മേഖലകളിൽ
മുൻകാല പണ്ഡിതന്മാരുടെ വാക്കുകളും അല്ലെങ്കിൽ അവരുടെ ചില ഉദാഹരണങ്ങൾ പരാമർശിച്ചുകൊണ്ട് ആയത്തിനെ വിശദീകരിക്കുക. ഇത് സാധാരണ എല്ലാ മുൻകാല തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയാണ്. മൗലാന മൗദൂദിയും പല ഭാഗങ്ങളും അത് സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് നിയമം പറയുന്ന ഭാഗങ്ങളിൽ, സിവിൽ നിയമങ്ങൾ വിശദീകരിക്കുന്ന ഭാഗങ്ങളിലുമെല്ലാം ഹദീസ് ലിറ്ററേച്ചറിന്റെ അകമ്പടിയോടുകൂടി വളരെ സുന്ദരമായി തന്നെ വിവിധ ഹദീസുകൾ ഉപയോഗിക്കുകയും ആ ഹദീസുകളുടെ തന്നെ ചെയിൻ പരാമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരേ വിഷയത്തിൽ തന്നെ വിവിധ ഹദീസുകൾ പരാമർശിച്ചുകൊണ്ടോ മൗലാന മൗദൂദി ആയത്തുകളെ വിശദീകരിക്കാൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ നിയമപരമായ വിഷയങ്ങളിൽ ഫിഖ്ഹി ചർച്ചകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് നമുക്ക് കാണാം അത് ആദ്യ ഭാഗങ്ങൾ വഴി ബാക്കി അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഫിഖ്ഹി ചർച്ചകളുടെ ധാരാളം, പ്രത്യേകിച്ച് സൂറത്ത് നൂർ, സൂറത്തുൽ അഹ്സാബ്, സൂറത്ത് ത്വലാഖ്, തഹ്രീം അടക്കമുള്ള പ്രധാന നിയമങ്ങൾ പറയുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് മാരേജ് പോലുള്ള, ത്വലാഖ് പോലുള്ള, ജിസിയ പോലുള്ള, അതുപോലെ തന്നെ ഗനീമത്ത് സ്വത്തുകളെ പോലുള്ള വിഷയങ്ങൾ, അങ്ങനെ വിവിധ നിയമപരമായി പറയുന്ന സംസാരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഹദീസുകളുടെയും ഫിഖഹിന്റെയും അകമ്പടിയോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൗലാന മൗദൂദിയുടെ പ്രധാന റെഫറൻസുകളാണ് ബൈബിളും തൽമൂദും. ബൈബിൾ എന്ന് പറയുന്ന ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൻ്റെതാണെങ്കിലും തൽമൂദ് എന്ന് പറയുന്ന യഹൂദ സമൂഹത്തിൻ്റെ ഒരു ഫിഖ്ഹി രൂപമുള്ള ഒരു ഗ്രന്ഥമാണ്. ഇതിനെ രണ്ടിനും ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിനെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാം. അതായത് മുൻകാല അഹ്ലി കിതാബുകാരുടെയും ബനു ഇസ്രായേലിയം സമൂഹത്തിൻ്റെയും ഉദാഹരണങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ മുൻകാല പ്രവാചകന്മാരുടെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ, ആ പ്രവാചകന്മാരെ എങ്ങനെയാണ് ബൈബിളിൽ പരാമർശിച്ചതെന്നും അല്ലെങ്കിൽ തോറയിൽ പരാമർശിച്ചതെന്നും എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചതെന്നുമുള്ള ഒരു കമ്പാരിറ്റീവ് ഒരു സ്റ്റഡി അദ്ദേഹം നടത്തുകയും എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ശരിയായത് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്നു. കാരണം പ്രവാചകത്വം എന്നത് ശുദ്ധമായ, തെറ്റുകൾ മാറി നിൽക്കുന്ന പരിശുദ്ധരായ വ്യക്തിജീവികളെ കുറിച്ചിട്ടാണ് പ്രവാചകർ എന്ന് അള്ളാഹു പരാമർശിക്കുന്നത്. എന്നാൽ ബൈബിളിലും മറ്റു പല രചനകളിലും പ്രവാചകൻ എന്ന് പറയുന്നത് വളരെ മോശമായ ഇമേജുകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്നും ഖുർആൻ എന്തുകൊണ്ട് അവതരിച്ചു എന്നും അദ്ദേഹം അതിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ അവതരിക്കാനുള്ള മെയിൻ കാരണം ഈ മുൻകാല വേദഗ്രന്ഥങ്ങൾ പ്രവാചകത്വത്തെയും വിശ്വാസത്തെയും ആചാരങ്ങളെയും ഇസ്ലാമിന്റെ ചരിത്രത്തെയും വളച്ചൊടിച്ചപ്പോൾ അതിനെ ശരിയായി കാണിക്കുവാനാണ് പരിശുദ്ധ ഖുർആൻ വന്നതെന്നത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ എന്താണ് പ്രവാചകത്വം എന്നും അദ്ദേഹം അതിൻ്റെ കൂടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ പ്രവാചകത്വം, അതായത് തൗഹീദ് പ്രധാന വിഷയമായതുപോലെ തന്നെ റിസാലത്ത് അദ്ദേഹം പ്രധാന വിഷയമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് നമുക്ക് ഖത്തമുൻ നുബുവത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചന, അതായത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി പുതിയ പ്രവാചകത്വം വാദിച്ചപ്പോൾ അതിനെതിരെ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് കിതാബ് എഴുതിയാണല്ലോ ഖത്തമുൻ നുബുവത്ത്, പ്രവാചകത്വ പരിസമാപ്തി എന്ന നിലയിൽ മലയാളത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. അതും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഈ ഹദീസുകളെല്ലാം വിശദീകരിച്ചുകൊണ്ട് എന്താണ് പ്രവാചകത്വം എന്നും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ പരിസമാപ്തി എന്താണെന്നും ഖുർആനിന്റെയും ആയത്തുകളുടെയും അതുപോലെ തന്നെ ഹദീസുകളുടെയും തെളിവിൽ അദ്ദേഹം സമർപ്പിക്കുന്നതാണ്. അതായത് എന്താണ് ഒരു സുപ്രീമസി എന്ന്, ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ സുപ്രീമസി അദ്ദേഹം ഈ തഫീമിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, മുൻകാല വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഇസ്രായേലി കഥകൾ. നമ്മളുടെ പ്രാമാണിക കിതാബുകൾ പോലും തഫ്സീറുകൾ പോലും ഇസ്രായേലിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്രായേലി കഥകൾ ധാരാളമുണ്ട്. ഈ കഥകളെ മൗലാന മൗദൂദി വളരെ നിശിതമായി തന്നെ വിമർശിക്കുകയും ഇസ്രായേലി കഥകളെ മാറ്റി നിർത്തിക്കൊണ്ട് ശരിയായ ഇസ്ലാമിക വായന എങ്ങനെയാണെന്ന് പറയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ബൈബിളിൽ കഥകൾ പരാമർശിച്ചിട്ട്, ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാം, ലൂത്ത് നബി അലൈഹി സ്വലാം, അല്ലെങ്കിൽ അയ്യൂബ് പോലുള്ള വിവിധ പ്രവാചകന്മാരെ എങ്ങനെയാണ് ബൈബിൾ പരാമർശിച്ചത്, പലപ്പോഴും വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ഇവരെ എങ്ങനെയാണ് ഇസ്ലാം ചിത്രീകരിക്കുന്നത്, ഖുർആൻ ചിത്രീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ തരത്തിലുള്ള ഇസ്രായേലി കഥകളെ മാറ്റിവെച്ചുകൊണ്ട് ശരിയായ ഒരു ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ഖുർആനിന്റെ ഒരു ചരിത്ര വായന മൗലാന മൗദൂദി മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട രീതിയാണ് ഈ പുതിയ ഒരു ഇതുവരെ പണ്ഡിതന്മാർ സ്വീകരിക്കാത്ത ഒരു പുതിയ ചരിത്ര വായന മുന്നോട്ട് വെക്കുക. കാരണം പലപ്പോഴും നമുക്കറിയാം ദുൽഖർനൈൻ സൂറ കഹ്ഫിൽ പരാമർശിച്ച വളരെ ഭക്തനായ എന്നാൽ വളരെ വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയായ ഒരു രാജാവിന്റെ പേരാണല്ലോ ദുൽഖർനൈൻ. മുൻകാല തഫ്സീറിലെല്ലാം അത് അലക്സാണ്ടർ ആണെന്ന് പറയുന്ന ചില ചിന്തകൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ മൗലാന മൗദൂദി ഇത് അലക്സാണ്ടർ അല്ല എന്നും മുമ്പുണ്ടായിരുന്ന സൈറസ് എന്ന് പറയുന്ന ഇറാനിലെ ഒരു ചക്രവർത്തിയാണെന്നുമൊക്കെയും ചരിത്രത്തിന്റെയും ഈ ആയത്തിന്റെ പശ്ചാത്തലവും പഴയ ചരിത്രത്തിന്റെയൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് വ്യക്തിത്വത്തെയും അവലോകനം ചെയ്തുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം.
അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റ് ചിന്തകന്മാർ പലപ്പോഴും ഖുർആനിന്റെ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കളിയാക്കുന്ന ചില സംഭവങ്ങൾ രചനകളുണ്ട്. മൗലാന മൗദൂദി അതിനെയും അവലോകനം ചെയ്യുന്നുണ്ട്. അതായത് മൗലാന മൗദൂദി പറയുന്നു, നമ്മൾ ഈ ഹാമാൻ എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനെ ഹാറൂനിന്റെ അടുത്തേക്കും ഹാമാനിന്റെ അടുത്തേക്കും ഫിറോന്റെ അടുത്തേക്കുമാണല്ലോ അയച്ചത്. ഇപ്പൊ ഈ ഹാമാൻ എന്ന് പറയുന്നത് ഓറിയന്റലിസ്റ്റുടെ കാഴ്ചപ്പാടിൽ അത് പിന്നീട് മൂസയ്ക്കൊക്കെ ശേഷം വന്ന ഒരാളാണെന്നും അത് മുഹമ്മദ് ചുമ്മാ കേട്ട് കട്ട് എഴുതിയിട്ട് അത് മൂസയിലേക്ക് കണക്ട് ചെയ്തതാണെന്നൊക്കെ ചില ഓറിയന്റലിസ്റ്റ് വായനകളുണ്ട്. അതുപോലെ തന്നെ ഈ ഹാമാന്റെ പരീക്ഷണം, അതുപോലെ സാമിരി എന്ന് പറയുന്ന ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ കഥയിൽ തന്നെയുള്ള സാമിരി എന്ന് പറയുന്ന ഈ പശുക്കിടാവിനെ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ആൾ, അയാളുടെയും പേര് പറഞ്ഞുകൊണ്ട് സാമിരിയാക്കൾ എന്നൊക്കെ പറയുന്നത് പിന്നീട് രൂപപ്പെട്ടതാണെന്നും അത് മുഹമ്മദിന്റെ വങ്കത്തരമാണെന്നൊക്കെ ഓറിയന്റലിസ്റ്റിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. ഇതിനെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് എന്നാൽ അങ്ങനെയല്ല, സാമിരി എന്ന് പറയുന്ന പദപ്രയോഗം മുന്നിട്ട് അങ്ങനെ ഒരാളുണ്ടായിരുന്നുവെന്നും ചരിത്രത്തിന്റെ തന്നെ യുക്തിയുടെയും ചരിത്രത്തിന്റെയും പിൻബലത്തിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നു. ഹാമാൻ എന്ന് പറയുന്നത് പിൽക്കാലത്ത് മാത്രമല്ല അന്നേയും ഉണ്ടായിരുന്നു എന്ന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നത് കാണാം. ഈ തരത്തിൽ ഓറിയന്റലിസ്റ്റ് രചനകളുടെ പിൻപറ്റിക്കൊണ്ടുള്ള മോഡേണിസ്റ്റുകളായ മുസ്ലിം പണ്ഡിതന്മാരെ, ഖുറാനിന്റെ തന്നെ എക്സ്പെർട്ടുകളെ തന്നെ മൗലാന മൗദൂദി പല ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ രചനകളിലുമെല്ലാം ഇതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലൂടെ ഖുർആനിന്റെ ഒരു സുപ്രീമസി മുന്നോട്ട് വെക്കുക എന്നാണ് മൗലാന മൗദൂദി ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ മൗലാന മൗദൂദിയുടെ ചിന്തയുടെ അടിസ്ഥാനം ഖുർആൻ തന്നെയായിരുന്നു. ആ ഖുർആന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഖുർആന്റെ സുപ്രീമസി സ്ഥാപിക്കാം എന്നായിരുന്നു അതിന്റെ ചിന്ത. ആ ഖുർആന്റെ സുപ്രീമസി മുന്നോട്ട് വെക്കുന്നതോടുകൂടി ഇസ്ലാം എന്താണെന്ന് സമർപ്പിക്കുക എന്നതായിരുന്നു മൗലാന മൗദൂദിയുടെ പ്രധാന ലക്ഷ്യം. അതൊരു യൂണിവേഴ്സലായ റെവല്യൂഷനറി മാർഗമാണ്. ഹുദല്ലിന്നാസ് ആവണം, ജനങ്ങൾക്ക് മുഴുവനാവണം. റഹ്മത്തുൽ ആലമീനാണ്, മുഴുവൻ ജനങ്ങൾക്കും റഹ്മത്താണ്. അങ്ങനെ ആ ഒരു തരത്തിലേക്കുള്ള ഒരു കൺസെപ്റ്റ് ഖുർആനെ കുറിച്ച് മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ ഈ മേഖലയിൽ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. ആ തരത്തിൽ ഖുർആൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിത ലോകത്തിൽ, പണ്ഡിത വ്യവഹാരങ്ങളിൽ പ്രധാന ഘടകമായി മാറുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച ചിന്തകളിലും ആശയങ്ങളിലും പ്രത്യയശാസ്ത്ര അടിത്തറകളിലുമെല്ലാം ഖുർആൻ അതിരൂഢമായി തന്നെ നിറഞ്ഞു നിൽക്കുന്നതായും നമുക്ക് കാണാം എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.